കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേന്ദ്രം രണ്ട് സംഘടനകൾ നിരോധിച്ചു. ഈ രണ്ട് സംഘടനകളും കാശ്മീരിൽ പ്രവർത്തിക്കുന്ന സംഘടനയായിരുന്നു. ഒന്ന് കാശ്മീരി മുസ്ലിം ലീഗും മറ്റൊന്ന് തെഹരിക് ഇ ഹൂറിയത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയും. ഡിസംബർ 31 സംഘടന നിരോധിച്ചു. ഏതായാലും ഇപ്പോൾ പാകിസ്ഥാൻ പരസ്യമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. അതിലവർ പറയുന്ന കാര്യം, ഈ തെഹരിക് ഇ ഹൂറിയത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയായിരുന്നു. കാശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ലോകത്തിന് മുമ്പിൽ എത്തിക്കുന്ന സംഘടനയായിരുന്നു. ആ സംഘടനയാണ് കേന്ദ്രം നിരോധിച്ചിരിക്കുന്നത്. ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതായത് പാകിസ്ഥാൻ ഒരു ഭാഗത്ത് ഭീകര സംഘടനകളെ വളർത്തിക്കൊണ്ടുവരുന്നു കാശ്മീരിൽ, മറുഭാഗത്ത് ഇതിനെ വെള്ളപൂശാനായിട്ട് ചില മനുഷ്യാവകാശ സംഘടനകൾ എന്ന പേരിൽ, ഇല്ലെങ്കിൽ ചില സാമൂഹ്യ സംഘടനകൾ എന്ന പേരിൽ ചില സംഘടനകൾ രൂപപ്പെടുത്തിയിരുന്നു. ഇതിനെയാണ് നമ്മൾ വിഘടനവാദ സംഘടനകൾ എന്ന് പറയുന്നത്. ഗിലാനി രൂപം കൊടുത്ത സംഘടനയാണ് ഈ പറയുന്ന തെഹരിക് ഇ ഹൂറിയത്ത്. ഇതിനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. കാരണം കാശ്മീരിൽ വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ടെന്ന് ലോകത്തിന് മുമ്പിൽ അറിയിക്കുന്നത് ഇത്തരം മനുഷ്യാവകാശ കവചങ്ങൾ ധരിച്ചിട്ടുള്ള ഭീകരർ തന്നെയാണ്. ഇതാണ് ഇപ്പോൾ ഇന്ത്യയിലാണ് നിരോധനമെങ്കിലും അത് കൊണ്ടത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഇനി വെള്ളപൂശാനുള്ള സംഘടനകളൊന്നും കാശ്മീരിൽ അവശേഷിക്കുന്നില്ല. ഉള്ള സംഘടന ചെറുതും വലുതിനുമൊക്കെ കേന്ദ്രം UAPA നിയമപ്രകാരം നിരോധിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നിൽക്കക്കള്ളിയില്ലാതെ പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ നിരോധനം ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.